ഹലോ ഡിയേഴ്സ്, ഇന്നലെ നടന്ന ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് പല കുട്ടികൾക്കും ടെൻഷനാണ്. ഒത്തിരി കുട്ടികൾ എന്നോട് ചോദിക്കുന്നു, ഈ ക്വസ്റ്റ്യന് ഇത് കറക്റ്റ് ആകുമോ, ഈ ആൻസറിന് എത്ര മാർക്ക് കിട്ടും, ഇതിന് മാർക്ക് കിട്ടുമോ? അപ്പോൾ നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചില കാര്യങ്ങൾ പറയുന്നത്. ശ്രദ്ധിക്കുക, വാല്യുവേഷനെ കുറിച്ച് നിങ്ങൾ ആരും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾ എഴുതിയ ആൻസേഴ്സിന് മാക്സിമം മാർക്ക് എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് തരും. വാല്യുവേഷൻ വളരെ ലിബറലായിരിക്കും. ലിബറൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതിന് കാരണം അത് ടഫാകില്ല. ഇംഗ്ലീഷ് എക്സാമിൻ്റെ വാല്യുവേഷൻ അത് ഡബിൾ വാല്യുവേഷൻ അല്ല. ഡബിൾ വാല്യുവേഷൻ ആണെങ്കിൽ ഒരു ടീച്ചർ വാല്യൂ ചെയ്തതിന് ശേഷം മറ്റൊരു ടീച്ചറും വാല്യൂ ചെയ്യും. അപ്പോൾ അത് ടഫാകാൻ, അതായത് സ്ട്രിക്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, +2 ഇംഗ്ലീഷിനെ കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ആകുന്നതിന് കാരണം എനിക്കറിയാം. മറ്റു സബ്ജക്ട്സ് എല്ലാം +1-ന് ഫുൾ മാർക്സ് ആയിരിക്കും, മറ്റ് സബ്ജക്ട്സിനെല്ലാം A+ ആയിരിക്കും. എന്നാൽ +2-ന് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ A+ നഷ്ടമാവുമോ എന്നുള്ള നിങ്ങളുടെ ഒരു സംശയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളിന് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണോ എഴുതിയത് അതിൻ്റെ മാർക്ക് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. +2 എക്സാമിൻ്റെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 3-നാണ്. എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള മാർക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ ആകേണ്ട. ഇംഗ്ലീഷിന് ഫുൾ മാർക്സ് കിട്ടാറുണ്ട്. ഇപ്പോൾ എൻ്റെ സ്കൂളിൽ കഴിഞ്ഞ വർഷം 6 കുട്ടികൾക്കാണ് ഇംഗ്ലീഷിന് ഫുൾ മാർക്സ് കിട്ടിയത്. പിന്നെ A+ ധാരാളം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആകേണ്ട. ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ഗ്രാമർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേതൊക്കെയാണ് കറക്റ്റ് ആൻസേഴ്സ് വരേണ്ടതെന്നും ഞാൻ നിങ്ങളോട് പറയാം. കൂടുതൽ കുട്ടികളും ഡൗട്ട്സ് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 2, 4 ഇതൊക്കെയാണ്. അതായത് വാട്ട് ഹാസ് ദ സ്പീക്കർ വിറ്റ്നസ്ഡ്, വാട്ട് ഡിഡ് ഹി ആസ്ക് ദ സ്പീക്കർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് സ്ട്രിക്റ്റായിട്ട് ഇന്ന സെൻറ്റൻസാണ് ആൻസർ എന്ന് പറയാൻ പറ്റില്ല. മീനിങ് ഫുള്ളായ ആൻസേഴ്സ് കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 3 ജോൺ ഗ്രഷാം അല്ലെങ്കിൽ ഗ്രഷാം എന്ന് എഴുതിയാൽ അത് കറക്റ്റാണ്. പിന്നെ ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ചില കുട്ടികൾ ടൈറ്റിൽ കൊടുത്തില്ല, അത് ഓക്കെയാണ്. പിന്നെ ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ, അത് ആപ്ലിക്കേഷൻ ഫോമിൽ എഴുതിയാലും ഇമെയിലിൻ്റെ ഫോമിൽ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്സും കിട്ടും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8 പേഴ്സോണിഫിക്കേഷനാണ് ആൻസർ, മെറ്റഫർ അത് ആൻസർ കറക്റ്റ് അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 12 ആൻസർ കണ്ടിന്യൂ ആണ്, കാരണം അതിൻ്റെ സബ്ജക്റ്റ് ആക്ടിവിറ്റീസ് ആണ്. സബ്ജക്റ്റ് ആക്ടിവിറ്റീസ് എന്ന് വരുമ്പോൾ അതിലെ വേർബ് കണ്ടിന്യൂ ആണ്. സോ കറക്റ്റ് ആൻസർ കണ്ടിന്യൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10 ഷുഡിൻറ്റ് യൂസ് ചെയ്ത് എഴുതേണ്ട സെൻറ്റൻസസ്, അത് നിങ്ങൾ മീനിങ് ഫുള്ളായിട്ട് അതിലെ ഗ്രാമർ കറക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് അതിലെ ഫുൾ മാർക്സും കിട്ടും. സോ വാല്യുവേഷനെ കുറിച്ച് ആരും നിങ്ങളിനി ടെൻഷൻ ആകേണ്ട. ഇനി മറ്റ് സബ്ജക്ട്സിനെ കുറിച്ച് പഠിക്കൂ. വളരെ പോസിറ്റീവായി നമുക്കിരിക്കാം. വാല്യുവേഷന് എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ സപ്പോർട്ടീവായിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് തരും. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ, നല്ല റിസൾട്ട് കിട്ടട്ടെ. അതിനുവേണ്ടി നമുക്ക് വളരെ പോസിറ്റീവായി തന്നെ ഇരിക്കുക. ആരും ടെൻഷൻ ആകേണ്ട കേട്ടോ. ടെൻഷൻ ആർക്കും വേണ്ട. വളരെ ഫ്രീ ആയിരിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഗോഡ് ബ്ലെസ് യു. ബെസ്റ്റ് വിഷസ്.